ഹലോ ഗൈസ്, ആഘോഷത്തിന്റെ രണ്ടാം ദിവസത്തിലേക്കും അവസാന ദിവസത്തിലേക്കും സ്വാഗതം. ഭക്തിസാന്ദ്രമായ ഒരു തുടക്കമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മയുമായി അമ്പലത്തിൽ പോയി. അമ്പലം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വടക്കേച്ചേരി വാരത്തിന്റെ ഉത്സവമാണിന്ന്. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി 2 കിലോ ബീഫ്, 2 കിലോ ചിക്കൻ, പിന്നെ ഒരു കവർ പാലും വാങ്ങി. ബീഫ് വേവിച്ച് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആലപ്പുഴക്ക് പോകാൻ ഇറങ്ങി. കഴിഞ്ഞ ദിവസം പറഞ്ഞ കസിന്റെ കല്യാണമാണിന്ന്. ഇതാണ് കല്യാണ ചെക്കൻ. ഉത്സവമായതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും അവിടെ നിന്നില്ല. ചെന്നു, കെട്ട് കണ്ടു, ഫുഡ് കഴിച്ചു, തിരിച്ചു വന്നു. ഇനി വേണം ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ഇത് ചെയ്തിട്ട് വേണം പഴയണി കാണാൻ പോകാൻ. അങ്ങനെ തന്നാൽ കഴിയുന്ന കാര്യമൊക്കെ ചെയ്തിട്ട് 5 മണി കഴിഞ്ഞപ്പോൾ അണ്ണം വീട്ടിൽ നിന്ന് ഇറങ്ങി. പഴയണി കൃത്യം 4 മണിക്ക് തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ പാതി വഴിയിലെത്തി. ഇന്ന് നടന്ന് ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ്. പൈസ മുടക്കി ആക്കുന്ന കലാരൂപങ്ങൾക്ക് പുറമെ ഫ്രീ ആയിട്ട് എന്റർടൈൻ ചെയ്യിക്കുന്ന മറ്റു ചില കലാരൂപങ്ങളും ഉണ്ട് ഇവിടെ. അപ്പതേ വിറിച്ചു എത്തി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പടയണി പതിയെ വടക്കേ ഗ്രൗണ്ടിൽ എത്തി. നമ്മളിങ്ങനെ തുള്ളാതെ നടക്കുകയാണ്. സന്ധ്യക്ക് ഒരു 6 മണിയായപ്പോൾ പടയണി അമ്പലത്തിന്റെ അകത്ത് കയറി. അപ്പോഴാണ് ഒരു കരക്കമ്പി കേട്ടത്. ഉത്സവം ഇനി 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അമ്പലം പുതുക്കി പണിയാൻ പോകാനത്രേ. ഇത് കേട്ടപ്പോൾ അണ്ണൻ വാസ് ലൈക്ക് 3 വർഷം? ഈ 3 വർഷം കൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ തുള്ളാതെ മമ്മൂട്ടി കളിച്ച് നടന്നാൽ പിന്നീട് ചിലപ്പോൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് പതിയെ തുള്ളാൻ തുടങ്ങി. നമ്മുടെ ചെക്കന്മാരും കൊണ്ട് കൂടെ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ. ഈ മേളം കൊട്ടി നിർത്തിയിട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എന്റെ ഗൈസെ, ഇറ്റ് ഈസ് മാജിക്കൽ. ബോഡി ഫുൾ അഡ്രിനാലിൻ കൊണ്ട് നിറയും. കേൾവിയുള്ള ഏതൊരാളും അറിയാതെ തന്നെ താളം പിടിച്ചു പോകും. അത്രക്കുണ്ട് അതിന്റെ വൈബ്. അതിന്റെ ഇടയ്ക്ക് ശരത്തും വന്നു. പിന്നെ വൈബോട് വൈബ്. അങ്ങനെ ഈ കൊല്ലത്തെ പടയണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ 1-2 റൗണ്ട് കറങ്ങണം, വെള്ളം കുടിക്കണം. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഗാനമേള തുടങ്ങി. ഭാഗ്യത്തിനൊന്നും മഴക്കാറൊന്നുമില്ല. എല്ലാവരും സ്റ്റെപ്പ് വെച്ചു. നോക്കുമ്പോൾ ദേ നിൽക്കുന്നു കണ്ണേട്ടനും കൂട്ടുകാരും. പല വെറൈറ്റി തുള്ളലുകൾ. അതിനിടയിൽ അടിയും. അടി നടന്നപ്പോൾ നമ്മളിന്ന സ്ഥലമൊക്കെ ഫ്രീ ആയി. എല്ലാവരും കൂടെ അടി കാണാൻ ഓടി. ആ സമയത്ത് ഒരു കണ്ണും നോക്കിയാൽ പാടി. ചാർജ് ആവാൻ വേറെ എന്തെങ്കിലും വേണോ? അടുത്ത പാട്ടായപ്പോൾ അടി കാണാൻ പോയവരൊക്കെ തിരിച്ചെത്തി. കണ്ണനും പവറായി. ഓരോ പാട്ടിനും ചാർജ് ആവുന്ന ആൾക്കാരുടെ ഗണ്യമായി തന്നെ കൂടിക്കൊണ്ടിരുന്നു. പാടുന്നതെല്ലാം ചവിട്ടി പൊളിക്കാൻ പറ്റിയ പാട്ട്. മോണിക്ക, രാമായണക്കാറ്റെ, മണി ചെയിൻ, അതായത് മണിച്ചേട്ടന്റെ ചെയിൻ സോങ്. ഇതൊരു ഒന്നൊന്നര ഐറ്റാണ്. പ്രായഭേദമന്യേ ആൾക്കാരെ തുള്ളിപ്പിക്കുന്ന പാട്ടാണ് പുള്ളിയുടെ. അത് കഴിഞ്ഞ് വിജയ് അണ്ണന്റെ പാട്ട് വന്നു, പോക്കിരി പൊങ്കൽ. ആ പാട്ടിന് എല്ലാവരും ഒരേപോലെ സ്റ്റെപ്പ് ഇട്ടു. അങ്ങനെ പല പാട്ടുകൾക്കൊടുവിൽ ഗാനമേളക്കാരുടെ ദേശീയ ഗാനമായ വേൽമുരുക. ആ സമയത്ത് ഹോൾ കാവുങ്കൽ വാസ് ഡാൻസിങ്. അതിനുശേഷം ഒരു ചെയിൻ സോങ് കൂടി പാടി ഗാനമേള അവസാനിപ്പിച്ചു. ഇനി 3 വർഷത്തേക്ക് തുള്ളാൻ പറ്റാത്തതിന്റെ സങ്കടം ഈ കഴിഞ്ഞൊരു 3-4 മണിക്കൂർ കൊണ്ട് തീർത്തു. ഇമ്മാതിരി നോൺ സ്റ്റോപ്പ് തുള്ളാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടിയെന്നാണ് അറിയില്ല. എന്തായാലും ഉത്സവം പൊളിച്ചടിക്ക് തകർത്തു ആരി. എന്നാലും ഇനി 3 കൊല്ലം ഉത്സവമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. കാവുങ്കല പടയണിക്ക് തുള്ളുമ്പോൾ ഒരു വികാരം, സന്തോഷം, അത് വേറെ എവിടെ കിട്ടും. അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് നിന്നപ്പോഴാണ് സോജുബായും ടീമും എത്തിയത്. പിന്നെ അവരോട് സംസാരിച്ച് നിന്നിട്ട് ഗ്രൗണ്ടിൽ പോയിരുന്ന് വെടിക്കെട്ട് കണ്ടു. എന്നിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡും കഴിച്ച് ചെക്കന്മാരെ യാത്രയാക്കി ഉത്സവ ദിവസം അവസാനിച്ചു. അപ്പോൾ ബൈ.